ആദ്യം ബിസിനസ്സിൽ നമ്മൾ പഠിക്കേണ്ട നമ്മളുടെ ഫിനാൻസിന്റെ ബേസിക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ 3 കാര്യങ്ങൾ എന്താണ് എന്നറിയണം. 1 റവന്യൂ, 2 പ്രോഫിറ്റ്, 3 ക്യാഷ് ഫ്ലോ. ഈ 3 കാര്യങ്ങൾ നമ്മൾ അറിയണം. 1 റവന്യൂ, 2 പ്രോഫിറ്റ്, 3 ക്യാഷ് ഫ്ലോ. റവന്യൂ, പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ. ഈ ഒഫൻസിൽ നിൽക്കുമ്പോൾ ടോപ്പ് ലൈനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് റവന്യൂ. വരുമാനം കിട്ടുന്നു, സെയിൽസ് കിട്ടുന്നു, ഇൻകം കിട്ടുന്നു, റവന്യൂ. ഈ റവന്യൂയിൽ നിന്ന് വേണം നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്താൻ. യു ഹാവ് ടു മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് റവന്യൂ. ഫിനാൻസിന്റെ ബേസ് ഇതാണ്. റവന്യൂ ഈസ് നോട്ട് ഈക്വൽ ടു പ്രോഫിറ്റ്. റവന്യൂ ഈസ് നോട്ട് ഈക്വൽ ടു പ്രോഫിറ്റ്. റവന്യൂ, വരുമാനവും ലാഭവും ഒന്നല്ല. നെക്സ്റ്റ്, ലാഭവും ക്യാഷ് ഫ്ലോയും ഒന്നല്ല. റവന്യൂ നോട്ട് ഈക്വൽ ടു പ്രോഫിറ്റ്, നോട്ട് ഈക്വൽ ടു ക്യാഷ് ഫ്ലോ. ഇത് 3ഉം 3ആണ് എന്നാദ്യം മനസ്സിലാക്കുക. വരുമാനവും ലാഭവും ക്യാഷും 3ഉം 3ആണ്. റവന്യൂ, പ്രോഫിറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ, ഇത് 3ഉം 3ആണ്. ഈ ഒഫൻസ് മാത്രമുള്ളവരൊന്ന് കൈവക്കിക്കേ. ഒഫൻസ്, കാശുണ്ടാക്കാൻ അറിയാവുന്നവർ ഒന്ന് കൈവക്കിക്കേ. കാശുണ്ടാക്കാൻ അറിയാം. നിങ്ങൾക്ക് റവന്യൂ പാർട്ട് മാത്രമേ അറിയൂ. അതിൽ നിന്ന് ലാഭമെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഓക്കെ, ഇതാണ് നമ്മളുടെ അക്കൗണ്ട്, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ട്. നമ്മൾ ഈ സെയിൽസ് കുറവുള്ളവരൊന്ന് കൈവക്കിക്കേ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഇനഫ് സെയിൽസ് ഇല്ല, റവന്യൂ ഇല്ല. ഓക്കെ, നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ഈ കുളത്തിൽ അല്ലെങ്കിൽ ഈ കിണറ്റിൽ ബക്കറ്റ് ഇട്ട് വെള്ളം കോരാൻ അറിയത്തില്ല. നിങ്ങളിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങളുടെ ബക്കറ്റിലേക്ക് വെള്ളം കയറുന്നില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇനി രണ്ടാമത്തെ, സെയിൽസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ലാഭമില്ലാത്ത ടീം ഒന്ന് കൈവക്കിക്ക്. ഡിഫൻസ്. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഇതിൽ നിന്ന് വെള്ളം പൊക്കിയെടുക്കുന്നുണ്ട്, നിങ്ങളുടെ ബക്കറ്റിലേക്ക് വെള്ളം കയറുന്നുണ്ട്, പക്ഷേ ഈ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബക്കറ്റിന് മൊത്തം ഓട്ടയാണ്, ലീക്ക് ഉണ്ട്. യു ആർ ഹോൾഡിംഗ് എ ലീക്കി ബക്കറ്റ്. യു ആർ ഹോൾഡിംഗ് എ ലീക്കി ബക്കറ്റ്. ഈ ലീക്ക് ചിലപ്പം നമ്മളുടെ നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയി കൊണ്ടുപോകുന്നതായിരിക്കാം, നമുക്ക് ലാഭമില്ലാത്ത കസ്റ്റമർ കൊണ്ടുപോകുന്നതായിരിക്കാം, നമുക്ക് ലാഭമില്ലാത്ത പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നതായിരിക്കാം, നമ്മുടെ സ്റ്റോക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം, വിലയിടാൻ അറിയാത്തത് കൊണ്ട് നമ്മുടെ കോമ്പറ്റീറ്റർ കൊണ്ടുപോകുന്നതായിരിക്കാം. ഈ കൊണ്ടുവരുന്ന വഴിക്കൊക്കെ നമുക്ക് ഇത് നഷ്ടപ്പെടുന്നു. കൊണ്ടുവന്ന് ഒഴിക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പോൾ ഒരു ടീമിന് കോരാൻ അറിയില്ല, ഒരു ടീമിന് കോരാൻ അറിയാം, പക്ഷേ അത് കീപ്പ് ചെയ്യാൻ, ആ കോരിയ വെള്ളം കളയാതെ നശിപ്പിക്കാതെ ഇവിടെ കൊണ്ടൊഴിക്കാൻ അറിയില്ല. ഇപ്പൊ മനസ്സിലായോ? ഈ കോരി എടുക്കുന്നത് ഒഫൻസ്, ഈ കൊണ്ട് കളയാതെ ഇതിലൊഴിക്കുന്നത് ഡിഫൻസ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സെയിൽസ് പാർട്ട് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഇത് അക്കൗണ്ടന്റ് നോക്കിക്കോളും എന്നാണ്. യു നോ സംതിങ്? ഫിനാൻസ് ഈസ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ലീഡറിന്റെ ഉത്തരവാദിത്തമാണ്, അതൊരു അക്കൗണ്ടന്റിന്റെ അല്ല. അക്കൗണ്ടന്റ് ഈസ് ആഫ്റ്റർ ഓൾ ജസ്റ്റ് ആൻ എംപ്ലോയി. അവര് ചെയ്തോളും, അവര് നോക്കിക്കോളും, അവര് വേണ്ട കാര്യങ്ങൾ ചെയ്യും. നോ, നമ്മുടെ ജോലി അത് മാത്രമാണ്. കാരണം ഇതുകൊണ്ടല്ല ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യേണ്ടത്. പണിയെടുക്കേണ്ടത് ഇതല്ല, ഇതാണ്. വെച്ചേ, ഏതുകൊണ്ടാണ്? ഇതുകൊണ്ട്. ബിസിനസ് ഈസ് ആൻ ഇന്റലക്ച്വൽ ഗെയിം. ഇതുകൊണ്ടായിരിക്കണം പണിയെടുക്കുന്നത്, ഇതുകൊണ്ടല്ല. ഇതുകൊണ്ട് പണിയെടുക്കാൻ നമുക്ക് എംപ്ലോയീസ് ഉണ്ട്, അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പഠിക്കണം. നമ്മുടെ ജോലി മുഴുവൻ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്നറിയോ? അതിൻ്റെ ഫൗണ്ടറിന്റെ സമയം, അതിൻ്റെ ഫൗണ്ടറിന്റെ തിങ്കിങ് ടൈം. നമുക്ക് ചിന്തിക്കാൻ സമയമില്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ അസറ്റ് നശിപ്പിക്കപ്പെടുന്നു.
ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബിസിനസ് മൊത്തത്തിൽ അലമ്പായിരിക്കും. സോ ഏറ്റവും കൂടുതൽ ഫ്രീ സ്പേസ് വേണ്ട സ്ഥലം നമ്മളുടെ ബ്രെയിൻ. എങ്കിൽ മാത്രമേ ഈ കണക്കും കാര്യങ്ങളും നമ്മുടെ തലയിലോട്ട് കയറും. അപ്പം ഇന്നു മുതൽ ആദ്യത്തെ കട്ട നമ്മൾ ഈ വ്യാഴാഴ്ച എടുത്തു വെക്കുകയാണ്. ഈ ആഴ്ച മുതൽ എല്ലാ ശനിയാഴ്ചയും മേക്ക് ഇറ്റ് ആസ് എ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റൂൾസ് ആണ്. ഇത് തെറ്റിക്കാൻ പറ്റില്ല. എല്ലാ ശനിയാഴ്ചയും നമ്മൾ നമ്മുടെ അക്കൗണ്ടന്റിനൊപ്പം ഇരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ നമ്പർ 1. ഈ ശനിയാഴ്ച മുതൽ എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ അക്കൗണ്ടന്റിനൊപ്പം ഏറ്റവും കുറഞ്ഞത് 90 മിനിറ്റ് ഇരിക്കും. 1.5 മണിക്കൂർ. ഈ 1.5 മണിക്കൂറത്തെ പരിപാടി എന്താ? ഈ ആഴ്ച എന്തൊക്കെ നടന്നു. മറ്റേ ഈ മാർക്കറ്റിംഗ് ടീം, സെയിൽസ് ടീം, പർച്ചേസ് ടീം ഇവരൊക്കെ വന്ന് പറയുന്നത് പല കഥകളാണ്. ദേ ആർ ടെല്ലിങ് സ്റ്റോറീസ്. പക്ഷെ ഫിനാൻസിൽ നിന്ന് കിട്ടുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? നമ്പേഴ്സ് കള്ളം പറയില്ല. നമ്പേഴ്സ് സത്യം പറയും. നമ്പേഴ്സ് ടെൽസ് യു ദ ട്രൂത്ത്. Are you with me? സോ ഈ ആഴ്ച മുതൽ എല്ലാ ശനിയാഴ്ചയും 90 മിനിറ്റ് എന്ത് ചെയ്യണം? അക്കൗണ്ടന്റിനൊപ്പം ഇരിക്കണം. ഇരുന്ന് ഈ ആഴ്ച നമ്മളുടെ ബിസിനസ്സിൽ എത്ര രൂപ വന്നു, എവിടുന്നൊക്കെ വന്നു, എത്ര രൂപ പോയി, എവിടേക്കൊക്കെ പോയി നോക്കണം. അപ്പം നമുക്കറിയാൻ പറ്റും ഏതൊക്കെ എംപ്ലോയീസ് നോൺ പ്രൊഡക്റ്റീവ് ആണ്, ഏതൊക്കെ പ്രൊഡക്ട്സ് നോൺ പ്രൊഡക്റ്റീവ് ആണ്, ഏതൊക്കെയാണ് നമുക്ക് ലാഭമില്ലാത്ത ബ്രാഞ്ചുകൾ, ഏതൊക്കെയാണ് ലാഭമില്ലാത്ത സർവീസുകൾ, ആരൊക്കെയാണ് ലാഭമില്ലാത്ത കസ്റ്റമേഴ്സ്. കഴിഞ്ഞ ആഴ്ച എന്ത് വരുമാനം കിട്ടിയെന്ന് അവസാനം അല്ല നോക്കണ്ട, ഈ മാസത്തിൽ എന്ത് കിട്ടി. നോ, എവറി വീക്ക് നിങ്ങൾ ഈ 3 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഈ ആഴ്ച എത്ര റവന്യൂ ഉണ്ടായി, എത്ര എക്സ്പെൻസ് ഉണ്ടായി, വരവെത്ര, ചെലവെത്ര. ഈ ആഴ്ച എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി, ഈ ആഴ്ച എത്ര ക്യാഷ് വന്നു, എത്ര ക്യാഷ് പോയി, ഇൻ ആൻഡ് ഔട്ട്. എത്ര ക്യാഷ് വന്നു, എത്ര ക്യാഷ് പോയി. സോ റവന്യൂ ഈസ് നോട്ട് ഈക്വൽ ടു പ്രോഫിറ്റ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ക്യാഷ് ഫ്ലോ. നിങ്ങൾക്ക് റവന്യൂ എന്താണെന്ന് അറിയാം, നമ്മുടെ സെയിൽസിൽ നിന്ന് കിട്ടുന്ന ഇൻകം. പ്രോഫിറ്റ് എന്താണെന്നറിയാം, നമ്മൾ വിറ്റ വില മൈനസ് വാങ്ങിയ വില, ബാക്കിയെല്ലാ ചെലവും കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടോ അതാണ് പ്രോഫിറ്റ്. ഇത് ബേസിക് എല്ലാവർക്കും അറിയാം. വാട്ട് അബൌട്ട് ക്യാഷ് ഫ്ലോ? എന്താണ് ക്യാഷ് ഫ്ലോ? ക്യാഷ് ഫ്ലോ, ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോവുകയാണ് അടുത്ത 15 മിനിറ്റ്. സോ സിറ്റ് സ്ട്രെയിറ്റ്, നേരേരി, ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനോട് ഒരു നന്ദി പറഞ്ഞ് മനസ്സുകൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തെ ക്യാഷിൻ്റെ പോക്ക് വരവിനെ കാണിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ. ക്യാഷിൻ്റെ പോക്ക് വരവിനെ കാണിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്യാഷിൻ്റെ. കാരണം നമ്മൾ ഈ റവന്യൂ, നമ്മളിപ്പം ഈ 3 കാര്യങ്ങൾ എഴുതിയില്ലേ, ഏത്? നമ്മളുടെ റവന്യൂ, അതുപോലെ നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ ക്യാഷ് ഫ്ലോ. ഇത് 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊന്ന് പഠിക്കാം. റവന്യൂ, ഒരു കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക. ഇവർക്ക് ഈ മാസത്തെ റവന്യൂ നോക്കുമ്പോൾ 10 ലക്ഷം രൂപയുണ്ട് റവന്യൂ. 10 ലക്ഷം രൂപ റവന്യൂ. ഇതിൻ്റെ അകത്തെ ലാഭം നോക്കുന്ന സമയത്ത് 2 ലക്ഷം രൂപയുണ്ട് പ്രോഫിറ്റ്. റവന്യൂ നോക്കുമ്പോൾ 10 ലക്ഷം വരുമാനമുണ്ട്. ഈസ് ഇറ്റ് ഗുഡ്? ഗുഡ്. 2 ലക്ഷം അത് ഈ ലാഭമുണ്ട്, 20%. ഈസ് ഇറ്റ് ഗുഡ്? ആണ്. വാട്ട് ഇഫ് ഇത് 60 ഡേയ്സ് ക്രെഡിറ്റ് കൊടുത്തിരിക്കുകയാണെങ്കിലോ? കടവാ കൊടുത്തിരിക്കണേ 2 മാസത്തേക്ക്. ഈസ് ഇറ്റ് ഗുഡ്? അപ്പോ ഇത് മാത്രം നോക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ് നല്ലതാണെന്ന് എങ്ങനെയാ പറയുന്നത്? ഇത് മാത്രം നോക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ് നല്ലതാണെന്ന് എങ്ങനെ അവകാശപ്പെടാൻ പറ്റും? ഒരു ബിസിനസിന്റെ റിയാലിറ്റി അറിയണം എങ്കിൽ യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ക്യാഷ് ഫ്ലോ. സോ ബിസിനസിന്റെ അകത്തെ എല്ലാം എന്ന് പറയുന്നത് എന്തൊക്കെ കണക്കും കഥകളും നിങ്ങൾ പറഞ്ഞാലും
ബിസിനസിന്റെ അകത്തേക്ക് എപ്പോ കാശ് വരുന്നു, എവിടൊക്കെ കാശ് പോകുന്നു, ഇത് മാത്രമാണ് ബിസിനസിന്റെ അടിത്തറ. എവിടുന്നൊക്കെ കാശ് വരുന്നു, എവിടേക്കൊക്കെ കാശ് പോകുന്നു, ഇതാണ് ക്യാഷ് ഫ്ലോ.